നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കടം കയറിയാകെ മുടിഞ്ഞൊരു ക്ലബ്ബ്, ഫൈനാൻഷ്യൽ ഫെയർ പ്ലേക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ നീക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. പുതിയ താരങ്ങളെ സൈൻ ചെയ്യാനും സൈൻ ചെയ്ത താരങ്ങളെ രജിസ്റ്റർ ചെയ്യാനും വല്ലാതെ പാടുപെട്ട ഒരു കാലഘട്ടം. അക്കാഡമിയിൽ നിന്ന് താരങ്ങളെ ഉപയോഗിച്ച് മുന്നോട്ട് പോവേണ്ട അവസ്ഥ. ഒരുപക്ഷെ ഫുട്ബോളിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ റീബിൽഡിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ജോയൽ ലാപ്പോർട്ട എന്ന മനുഷ്യൻ ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഫൈനാൻഷ്യൽ സിസ്റ്റമാണ് ബാഴ്സലോണക്കുണ്ടായിരുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അവിടെ നിന്നാണ് ഈ രൂപത്തിലേക്ക് കിരീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വാരിക്കൂട്ടുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണ് അതിൻ്റെ നാൾ വഴികൾ. അദ്ദേഹം ക്ലബിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി, അതായിരുന്നു ബാഴ്സയുടെ അവസ്ഥ. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെറ്റിൽ കിടക്കുന്ന ഒരു ക്ലബ്ബ്. ആ സമയത്ത് ക്ലബ്ബ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ മറ്റ് ക്ലബ്ബുകൾ എത്ര സ്പെൻഡ് ചെയ്യുന്നുവോ അതിനേക്കാൾ വളരെ 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 കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം. പിന്നെ സ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. മെസ്സി പോയിരിക്കുന്നു. അത് അദ്ദേഹം വന്ന സമയത്ത് മെസ്സി നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ മെസ്സി നിലനിർത്താൻ പറ്റാതെ വന്നു. അത് ലാപ്പോർട്ടയുടെ മാത്രം കുറ്റമല്ല. അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയാണ് അത്തരമൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. മെസ്സി പോയിരിക്കുന്നു. സോ പോസ്റ്റ് മെസ്സി എറ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു സൈക്കിൾ എൻഡ് ചെയ്ത ഒരു ഘട്ടം. അവിടെ നിന്ന് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോവേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. ടീമിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് തിരികെ പിടിക്കുകയും തിരികെ റീബിൽഡ് ചെയ്തെടുക്കുകയും ടീമിൻ്റെ ഐഡൻറ്റിറ്റിയും ക്രെഡിബിലിറ്റിയും ഒക്കെ വീണ്ടും ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യുക അത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് അവർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. വേജ് ബില്ല് റിഡ്യൂസ് ചെയ്യപ്പെട്ടു. റിഡ്യൂസ്ഡ് വേജ് ബില്ല്. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചു. ഏതാണ്ട് അതിലേക്ക് തന്നെ എത്തി. അതുപോലെ തന്നെ മികച്ച സൈനിങ്ങുകൾ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റി. തുടക്കത്തിൽ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും പിന്നെ കാര്യങ്ങൾ ഒരുവിധം ഒപ്പിച്ചെടുത്തുകൊണ്ട് സൈനിങ്ങുകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റിന്യൂവൽസും അവർക്ക് നടത്താൻ പറ്റി. അങ്ങനെ വളരെ ഹാർഡസ്റ്റായിട്ടുള്ളൊരു റീബിൽഡിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. സാവി അവരുടെ കോച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചാവിയെ മാറ്റുന്നു. ഹൻസി ഫ്ലിക്കിനെ കൊണ്ടുവരുന്നു. ഫ്ലിക്കിൻ്റെ കീഴിൽ അവർ മുന്നും പ്രകടനം നടത്തിക്കൊണ്ട് കിരീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വാരിക്കൂട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതൊക്കെ സംജാതമാകുന്നത് ജോയൽ ലാപ്പോർട്ട എന്ന മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നാണ്. 2 ലീഗ് കിരീടങ്ങൾ ചൂടി. ലാപ്പോർട്ട ഏറ്റെടുക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള ഒരു ക്ലബ്ബ് 2 ലാലിഗ കിരീടങ്ങൾ അതിനുശേഷം ചൂടി. 2 കോപ്പ ഡെൽ റേ കിരീടങ്ങൾ അതിനുശേഷം ചൂടി. 3 സൂപ്പർ കപ്പ് കിരീടങ്ങൾ അതിനുശേഷം ചൂടി. പിന്നെ പല തരത്തിലുള്ള ക്യാമ്പയിനുകൾ, ക്ലബിനെതിരെ നടക്കുന്ന റഫറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റും, നെഗ്രേര കേസ്, അതിൻ്റെ ഏറ്റവും മോശമായ രൂപത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും എല്ലാ മോശമായിട്ടുള്ള ഘട്ടങ്ങളെയും മറികടന്നുകൊണ്ട് കിരീടങ്ങൾ ചൂടുന്ന ക്ലബ്ബായി ബാഴ്സയെ റീബിൽഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയടിക്കണം ജോയൽ ലാപ്പോർട്ടക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.